വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർ വീരപരിവേഷം കിട്ടിയാൽ വേഗം രാഷ്ട്രീയത്തിലെത്തുന്ന ഒരു സംസ്കാരമാണല്ലോ അവിടെയുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതിന് നേതാവുമില്ല, രൂപവുമില്ല, ഒരു ആക്ഷൻ പ്ലാനും ഇല്ല എങ്കിലും വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ ഇതിൻ്റെ സ്വഭാവം മാറുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, വേണു പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പം നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ കാണുന്ന ഒരു പ്രവണതയ്ക്കെതിരെ ഇപ്പോൾ കഴിഞ്ഞ തലമുറകളൊക്കെ രാഷ്ട്രീയം അങ്ങോട്ട് കൊടുത്തവരുടേതായിരുന്നു. എല്ലാം അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് റിസ്ക്, അവനവൻ്റെ സ്വത്ത് കൊടുക്കണം, അവരുടെ ജീവിതം കൊടുക്കണം. അത് കഴിഞ്ഞ് ഇന്ന് മാറിയിട്ട്, ഞാൻ പൊതുസ്വഭാവം പറയുന്നത്, എല്ലാ പാട്ടും നല്ലവരുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് ഇങ്ങോട്ട് കണക്ക് പറഞ്ഞെടുക്കുന്ന ഒരു തലമുറയായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും ആദർശവാദികളായ ചെറുപ്പക്കാർ അവരെപ്പോഴും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരുപക്ഷെ നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിനെപ്പറ്റി ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അനാലിസിസിൽ BJPക്ക് 20%, 22% അപ്പുറത്തേക്ക് ഒരു വോട്ട് BJP സംഘപരിവാർ ഉണ്ടാവില്ല. ബാക്കി 31 കിട്ടി, അല്ലെ 38 മൊത്തം ഇന്ത്യക്ക് കിട്ടി. ആ വോട്ടുകൾ വന്നതിൽ ഒരു വികാരമായിരുന്നു, ഈ പറഞ്ഞ ഒരു വികാരമായിരുന്നു. അപ്പോൾ ഇതിലേക്കെല്ലാം വരുമ്പം പൈതൃകവും സംസ്കാരവും, ആ സംസ്കാരമെന്ന് ഞാൻ പറയുമ്പം പ്രാദേശിക തനിമ, ഇപ്പോൾ തമിഴ്നാടിനൊക്കെ പ്രാദേശിക തനിമയാണ്, ആ തനിമയോട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അത് സ്ഥായിയായി ജനങ്ങൾ അന്തർലീനമായി കിടക്കുന്നതാണ്. അതിനെ തട്ടി ഉണർത്തുന്ന മൂമെൻറ്റ്സിന് മാറ്റമുണ്ടാക്കാൻ സാധിക്കും. അതാണ് ഇപ്പോൾ പ്രകടമായിട്ട് കാണുന്ന ഒരു, ഇന്ത്യ ഒട്ടാകെ കാണുന്ന ഒരു പ്രവണത അതാണ്. ആ നിലയ്ക്ക് ചിന്തിക്കുന്ന അവസരത്തിൽ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ചോദിക്കുക, ദ്രാവിഡ ഘടക നേതാവിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഏറ്റവും ശക്തമായി പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ കൃതി അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു വ്യക്തിയെ അയാളുടെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്യുന്നത്, അല്ലെങ്കിൽ കാല് തൊട്ട് തൊഴുന്നത്, ഈ ആരാധനാ മനോഭാവം, ഇതെല്ലാം തെറ്റെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിൽ നിന്നാണല്ലോ DMK രൂപം കൊള്ളുന്നത്. ആ DMK രൂപം കൊണ്ടുവന്ന അവസാന ഘട്ടത്തിൽ ഇപ്പോൾ 2 നേതാക്കന്മാരെ സംബന്ധിച്ചും, അത് കരുണാനിധി ആയാലും, കരുണാനിധി ഫൈനൽ വേർഡാണ്, അതിനെ അവിടെ ഓച്ചാനിച്ച് നിന്നുകൊണ്ട് നേതാക്കന്മാരാകാൻ എതിര് പറയുന്നവരല്ലല്ലോ. അങ്ങനെ വളർന്നു വരുന്ന നേതൃനിരയാണ് അതിനുണ്ടായിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ജയലളിതയെ സംബന്ധിച്ചിടത്തോളം, ജയലളിത വളരെ വ്യക്തമായിട്ട് തന്നെ അവരുടെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തിട്ട് വിധേയത്വം കാണിക്കാത്ത ഒരാളിനെ അവരൊരിക്കലും വളരാൻ അനുവദിക്കില്ല. ആ ഒരു ശൂന്യത ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഈ എവിടെയാണോ ചിന്തിച്ചത് അതിൻ്റെ നേരെ എതിർദിശയിലാണ് ദ്രവീഡിയൻ രാഷ്ട്രീയം എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടൊരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിൽ ഞാൻ പറയുന്നു, പൈതൃകവും സംസ്കാരവും എല്ലാം വരുന്ന അവസരത്തിൽ നാടിൻ്റെ മൊത്തം കാര്യങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള മൂവ്മെൻ്റ് ഉണ്ടാവും. അതുകൊണ്ട് യുവജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഈ കാര്യം ഒരു പരിധിവരെ അത് ശരിയായ ദിശാബോധത്തിലേക്ക് എത്തിയാൽ അവിടുത്തെ ദ്രവീഡിയൻ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള പ്രതലങ്ങൾ സൃഷ്ടിക്കാനായിട്ട് അതിന് സാധിക്കുമെന്നാണ് പ്രാഥമികമായിട്ട് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ ഡോക്ടർ സബാസ് പോളിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ വെങ്കടേഷ് പെരുമാൾ, അങ്ങിപ്പോൾ BBC-യുടെ ചെന്നൈ ലേഖകൻ എന്ന നിലയിൽ ഇതിൻ്റെ ഓരോ നാടിമിടിപ്പും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ആ മറീന ബീച്ചിൽ നിന്ന് തന്നെ. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ചെറുപ്പക്കാർ അവിടെ എത്ര ദിവസം ഇരിക്കാനാണ് ആലോചിക്കുന്നത്? അവരോടൊക്കെ ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായും. ഇപ്പോൾ എല്ലാവരും അവിടേക്ക് വരുന്നു, പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെള്ളമുണ്ട്, ബിസ്ക്കറ്റുണ്ട്, പരിചയം ഇല്ലാത്ത ആളുകൾക്ക് പോലും അത് കൈമാറുന്നു, എല്ലാവരും അവിടെ ഇരിക്കുന്നു, പത്രം വായിക്കുന്നു. പക്ഷേ ഒരിക്കലും അവിടെ മുഴുവൻ വൃത്തികേടാക്കാതെ എല്ലാം ക്ലീനായി തന്നെ നിലനിർത്തുന്നു. പക്ഷേ നേതാവില്ല. എന്താണ് വരും ദിവസങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന കൃത്യമായൊരു പദ്ധതിയില്ല. ഇവർ എന്താണ് ആശയവിനിമയം നടത്തുമ്പോൾ അവർ ലക്ഷ്യം ആയി പറയുന്നത്? ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് അവർ ആലോചിക്കുന്നത്? അതിൽ പറയുന്ന മുമ്പ് ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. അതായത് അവർക്ക് ഇപ്പോൾ ഉള്ളത് വെറും ആവേശമാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഈ ചെന്നൈ ഫ്ലഡ് നടന്നപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്ര ന്യൂസ് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാ പാർട്ടികളും ഒന്നിച്ചതിനും കാട്ടി കൂടുതൽ ഇവിടുത്തെ ജനത അവർ തന്നെ തയ്യാറെടുത്ത് അവർ തന്നെ ഓരോ റിലീഫ് മെഷേഴ്സിന് ഇറങ്ങി. വിത്തിൻ നെക്സ്റ്റ് ഡേ എനിക്കറിഞ്ഞ തന്നെ കുറേ പേര് ഇറങ്ങി. അതായത് ചെന്നൈ, ബാക്കിയില്ല, മുംബൈ ഫ്ലഡ് വന്നപ്പോൾ സേവ് മുംബൈ എന്നുള്ള സ്ലോഗനാണെങ്കിൽ ചെന്നൈ ഫ്ലഡ് വന്നപ്പോൾ ചെന്നൈ ഫൈറ്റ്സ് ബാക്സ് എന്നായിരുന്നു. കാരണം ചെന്നൈക്ക് വേണ്ടി കുറേ സഹായം പുറത്തുനിന്ന് വന്നു. പക്ഷേ ഇവിടുത്തെ ജനത എല്ലാവരും തയ്യാറായി റിലീഫ് മെഷേഴ്സിന് ഇറങ്ങി. ആരുടെയൊക്കെ വണ്ടി ഓടുന്നുണ്ടോ അവരൊക്കെ വണ്ടി റോട്ടിലിറക്കി. എല്ലാം ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാനും ആൾക്കാരെ മാറ്റാനും എല്ലാ സഹായത്തിനും ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഈ ചെന്നൈ മെട്രോ സിറ്റീസിൽ തന്നെ ചെന്നൈയാണ് 60%, നിയർലി 60% ചെന്നൈ പോപ്പുലേഷൻ. അതായത് ചെന്നൈ 40 to 60% ചെന്നൈ, അതായത് തമിഴ്നാട്ടിൽ ജനിച്ച തമിഴ് ജനതയും അല്ലെങ്കിൽ ചെന്നൈയിൽ ജനിച്ചു വളർന്നവരാണ് ചെന്നൈയിൽ കൂടുതലും. അതുകൊണ്ട് ഇതിൻ്റെ കൾച്ചർ തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കൾച്ചറിന് വേണ്ടി ഇവിടെ കൊല്ലത്തിൽ അവസാനം ഇവിടെ കൾച്ചറൽ ഫെസ്റ്റിവലൊക്കെ നടക്കുമെങ്കിലും പക്ഷേ ഈ തമിഴ് കൾച്ചർ എന്ന് പറഞ്ഞിട്ട്, ട്രഡീഷൻ എന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ള അഭിനിവേശം കുറച്ച് കൂടുതലാണ് കമ്പയർ ടു എനി അതർ മെട്രോസ്.
സോ അത് പറഞ്ഞു വരട്ടെ. എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന ഈ തിരക്കും ഓരോ പ്രക്ഷോഭങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയുടെ വകയുള്ള കൂട്ടായ്മയും പിന്നെ നേതൃത്വത്തിൻ്റെ അഭാവം എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ആർക്കും അറിയില്ല ഇവർക്ക് എത്ര ദിവസം നിൽക്കണം, അവർക്കും അറിയില്ല. അവർ പറയുന്നത് നിങ്ങൾ പിൻവലിക്കൂ. എന്ത് പിൻവലിക്കണം? അവർക്കതിന് കഴിവുണ്ടോ, അവർക്കതിന് പവറുണ്ടോ എന്നുപോലും ചിന്തിക്കുന്നില്ല. അത് പറയാനുള്ള കൽപ്പും ഇവിടുത്തെ നേതൃത്വത്തിന് നിരക്കില്ല. കാരണം ബാക്കിയുള്ളവരൊക്കെ ബുദ്ധിജീവികളെല്ലാവരും ഇത് എങ്ങനെ പറ്റും എന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ആരും അവർക്ക് നേരെ പറയുന്നില്ല ഇത് പറ്റില്ല എന്നുള്ളത്. അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇവരെല്ലാം പന്നീർസെൽവം ഞാൻ മോഡിയെ പോയി കാണുന്നു. കാരണം എല്ലാവരും പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. കാരണം ഇത് ഇപ്പോൾ പന്നീർസെൽവത്തിന് കിട്ടിയത് സെൻട്രലിന് എഗെയിൻസ്റ്റ് കളിക്കാൻ പറ്റിയ ഒരു ടൂളാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കിട്ടിയേക്കുന്നത്. സോ അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഞങ്ങൾ കാണുന്നു, മോഡി പറയുന്നു ഓക്കെ ഞാൻ തീരുമാനം ഉണ്ടാക്കാമെന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാവരും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിന് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല അൺലെസ് സുപ്രീം കോർട്ടിൽ അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ആക്ട് നിന്ന് സെക്ഷൻ 22 അതിൽ നിന്ന് ഈ ബുള്ളിനെ എടുത്തു മാറ്റുക. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം ശ്രീ വെങ്കടേഷ് പെരുമാൾ. ഇതിൻ്റെ നിയമപ്രശ്നങ്ങളിലേക്ക് നമുക്ക് ഇടവേളയ്ക്ക് ശേഷം പോകാം. അതിനു മുമ്പ് അവസാനമായി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം കൂട്ടായ്മകൾ രൂപപ്പെടുന്നതിൻ്റെ പല ഉദാഹരണങ്ങൾ ലോകം നൽകുകയാണ്. അങ്ങ് തന്നെ പല ചർച്ചകളിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതുപോലെ ഇപ്പോൾ ട്യൂണീഷ്യയിൽ ഇത് അറബ് വസന്തത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൂട്ടായ്മ ഉണ്ടാകുന്നത് ഒരൊറ്റ രക്തസാക്ഷിത്വത്തിൽ നിന്നാണ്, ഒരു തെരുവ് കച്ചവടക്കാരൻ്റെ ആത്മാഹുതിയിൽ നിന്നാണ്. പിന്നെ അറബ് മേഖലയിൽ പല ഏറ്റിറക്കങ്ങളിലേക്ക് അത് പോയി. ചിലർ അധികാരത്തിൽ വന്നു, ഇപ്പോൾ മുർസിയെ പോലുള്ളവർ. പിന്നീട് തിരിച്ച് സൈനികാധിപത്യത്തിലേക്ക് തന്നെ രാജ്യങ്ങൾ മാറുന്നു, നിയമതർക്കങ്ങളിലേക്ക് പോകുന്നു, വധശിക്ഷയിലേക്ക് പോകുന്നു, അത് പിൻവലിക്കപ്പെടുന്നു. ഇങ്ങനെ 100,000 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുകയാണ്. ഇന്ത്യയിൽ ഈ അന്നാ ഹസാരെ പ്രസ്ഥാനം എങ്ങനെയാണ് NDAക്ക് സഹായകരമായത് എന്ന് അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ളയും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 38% NDAക്ക് എങ്ങനെ വന്നു എന്ന്. ഒപ്പം ഇപ്പോൾ നാം ചില മുന്നേറ്റങ്ങൾ കാണുകയുണ്ടായി. അടുത്തിടെയായി ജിഗ്നേഷ് മേവാനിയുടെ മുന്നേറ്റം, ഹാർദിക് പട്ടേലിൻ്റെ മുന്നേറ്റം. പക്ഷേ ചെന്നൈ മുന്നേറ്റം ഇപ്പോൾ അവർ തന്നെ സ്വയം അവകാശപ്പെടുന്നത് ഇത് ചെന്നൈ വസന്തം എന്നാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ ദിശ അതിനുണ്ടോ? വരും ദിവസങ്ങളിൽ ഒരു നേതാവ് അതിൽ നിന്ന് തന്നെ രൂപപ്പെട്ടു വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതല്ല, ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ഉപരോധം പോലെ ഒരു ഉപരോധമായി വലിയ കോളിളക്കങ്ങൾ ഉണ്ടാകാതെ അവസാനിക്കുന്ന ഒന്നായി ഇത് മാറുമോ? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഇപ്പോൾ സമാനമായ 2 പ്രക്ഷോഭങ്ങൾ ലോകത്തിൻ്റെ 2 ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഒന്ന് തമിഴ്നാട്ടിലെ ചെന്നൈയിലും മറ്റൊന്ന് സ്പെയിനിലും. സ്പെയിനിൽ കാറ്റലോണയിലും സാൻ സെബാസ്റ്റ്യനിലുമൊക്കെ ജനങ്ങൾ തെരുവിലാണ് നമ്മൾ ചെന്നൈയിൽ കാണുന്നത് പോലെ. അവിടെ കാളപ്പോരാണ് വിഷയം, ഇവിടെ ജല്ലിക്കെട്ടാണ് വിഷയം. രണ്ടിടത്തും സുപ്രീം കോടതിക്കെതിരെയാണ് ജനങ്ങളുടെ പ്രതിഷേധം. അവിടെ സുപ്രീം കോടതി കാളപ്പോരിന് അനുകൂലമായ നിലപാട്, ഇവിടെ സുപ്രീം കോടതി ജല്ലിക്കെട്ടിന് എതിരായ നിലപാട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ രീതിയിൽ കാളയെ മുൻനിർത്തി അല്ലെങ്കിൽ കാളപ്പോരിനെ ജല്ലിക്കെട്ടിനെ മുൻനിർത്തി വലിയ തോതിലുള്ള പ്രതിഷേധം തെരുവിലേക്ക് ഒഴുകുമ്പോൾ അത് ഒരു കാരണം മാത്രമാണ്. ഇപ്പോൾ ചെന്നൈയിൽ കാണുന്നത് കാളയുമായി അല്ലെങ്കിൽ ജല്ലിക്കെട്ടുമായി വൈകാരികമായ ബന്ധമില്ലാത്ത ഒരു തലമുറയുടെ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു പ്രതിഷേധമാണ്. അവർക്ക് ഈ ചർച്ചയിൽ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ ഒരു പ്രതിഷേധത്തിന് അവർ അവസരം കാത്തിരിക്കുകയായിരുന്നു. കാരണം ഏറെക്കാലമായി പണ്ടത്തെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിന് ശേഷം എത്രയോ വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. അവർ ഒരു അവസരം കിട്ടാതിരിക്കുകയായിരുന്നു. പുതിയ തലമുറ ഒരു അവസരം കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ നേതൃത്വമില്ലാതെ ഒരു ആൾക്കൂട്ടം തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അത് വാൾ സ്ട്രീറ്റിലായാലും തിയാനൻമെൻ സ്ക്വയറിലായാലും അങ്ങനെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും അതൊക്കെ ഒടുവിൽ അത് ഒരു ബാഹ്യമായ ഇടപെടൽ ഇല്ലാതെ തന്നെ അവസാനിക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ചെന്നൈയിൽ ഈ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന സമ്പന്ന യുവജന വിഭാഗങ്ങൾ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന ഈ പ്രക്ഷോഭം അത് ഏറെ ദിവസം നീണ്ടു നിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് സ്വാഭാവികമായ അവസാനമുണ്ടാകും. പക്ഷേ ചെന്നൈയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം ഒരു ജനതയ്ക്ക് പ്രതികരിക്കണമെന്നും തോന്നുമ്പോൾ അതിനുള്ള വേദി അവർ സ്വയം കണ്ടെത്തുന്നു. അങ്ങനെ ഒരു പാഠം മാത്രമാണ് ചെന്നൈയിൽ നിന്ന് നമ്മളിപ്പോൾ ഉൾക്കൊള്ളേണ്ടത്. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ജല്ലിക്കെട്ട് വിഷയത്തിൽ സംസ്കാരത്തെ കാണാതെ പോയോ സുപ്രീം കോടതി? ഇടവേളയ്ക്ക് ശേഷം.